അടുത്തതായി വേദിയിലേക്ക് കൊല്ലങ്കോട് SDPI സഗീർ ഹുസൈൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് പ്രദീപ് ഗോപാലകൃഷ്ണൻ അവർ, ഇതിൻ്റെ വിഷയാവതരണം നടത്തിയ വളരെ ഭംഗിയായി ചരിത്രം അതിവിടെ അംസസാഹിബ് പറഞ്ഞമാർ കേൾക്കാൻ നല്ല ഒരു ഹരമായിരുന്നു. KK മണിയേട്ടൻ ആ ഒരു വിഷയാവതരണം നടത്തി. ചരിത്രം നമ്മളൊന്നും അറിയാത്ത, നമ്മൾ പഠിക്കാത്ത, നമുക്ക് മനസ്സിലാകാത്ത കുറേ അറിവുകൾ, നമുക്കിതുവരെ കിട്ടാത്ത അറിവുകൾ മണിയേട്ടൻ, അതുപോലെ സ്വാഗതം ചെയ്ത പ്രസീത സുമേഷ്, ഇതിൻ്റെ സംഘാടകനും എൻ്റെ പ്രിയ സുഹൃത്തും ആയ നമ്മളെല്ലാവരുടെയും അറിയപ്പെടുന്ന വിളയോടി ശിവൻകുട്ടിയേട്ടൻ, മറ്റു ഇവിടെ എത്തിയിരിക്കുന്ന മായാണ്ടിയേട്ടൻ, രാധാകൃഷ്ണേട്ടൻ, അതുപോലെ വിവിധ സംഘടനയുടെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, അതുപോലെ ആറുമുഖം പത്തിയാറ, വളരെ വ്യക്തമായി ആദിവാസികളുടെ ചരിത്രം ഇവിടെ മണിയേട്ടനും അതുപോലെ ഹംസ സാഹിബും മായാണ്ടിയേട്ടനും രാധാകൃഷ്ണേട്ടനൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ വിശദീകരിച്ചു. ഈ അന്ന് ജോസേട്ടൻ ഇതേ ആദിവാസികൾക്ക് വേണ്ടി ചെയ്ത ആ ത്യാഗം, അദ്ദേഹം മനസ്സിൽ ഒരുപാട് സങ്കല്പം വെച്ചിട്ടുണ്ടാവും. ഈ ആദിവാസികൾക്ക് അദ്ദേഹത്തെ കൊണ്ട് ചെയ്ത് ഈ സമുദായത്തെ, സമൂഹത്തെ മുന്നിലേക്ക് ഇറക്കുവാൻ വേണ്ടി അതിൽ എത്ര ശതമാനം അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൽ ഇപ്പോൾ എത്ര ആയില്ല എന്നുള്ളൊരു വ്യക്തത അവർക്കേ അറിയുള്ളൂ, നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. എന്നാലും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കഴിവുന്നതും പരമാവധി മരിക്കുന്ന വരെ ആ ഒരു പ്രവർത്തനം നടത്തിയതിൽ നമുക്കെല്ലാവർക്കും അതിൽ അഭിനന്ദിക്കാം. നമ്മൾ ചരിത്രം പറയുന്നതിനപ്പുറം നമ്മളെ വർത്തമാനകാലത്തിലേക്ക് നമ്മളൊന്നുകൂടി കടക്കുകയാണ്. നമുക്ക് അറിയാം, ഇവിടെ സവർണവർഗം, ശിവേട്ട, സവർണവർഗം എത്ര ശതമാനമാണ്? ഒരു 15% താഴെ, അല്ലെങ്കിൽ 15% അല്ലേ? ഇന്ത്യയിൽ 3%. ഇനി അവരുടെ എല്ലാം കൂടി, അവരുടെ കുറേ വെറൈറ്റി ഉണ്ടല്ലോ, ഒക്കെ കൂടി ഒരു 10% വയ്ക്കുക. ബാക്കി പിന്നോക്ക വിഭാഗങ്ങളാണല്ലോ, അത് കഴിഞ്ഞ ബാക്കി പിന്നോക്ക വിഭാഗങ്ങളാണല്ലോ. ആദിവാസി, ദളിത്, മതന്യൂനപക്ഷം ഒക്കെ എല്ലാവരും, നമ്മുടെ തുളസിയേട്ടൻ പറയും ആശാരി പൂശാരി എന്നൊക്കെ പറയും, എല്ലാവരും. അത് 90% അല്ലേ? ഇന്ന് ഇന്ത്യ ആരാ ഭരിക്കുന്നത്? 10% അല്ലേ? 10% ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. 90% എന്ത് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കി നിങ്ങൾ. നേരെ മറിച്ച് വേറെ ഭാഗത്തേക്ക് പോവാം. നേരത്തെ ഹംസസായി ഇവിടെ സൂചിപ്പിച്ചു, ജയിലിൽ ആരാ ഭൂരിപക്ഷം? പിന്നോക്കക്കാർ 99% മുസ്ലിം, ആദിവാസി, ദളിത്, പിന്നോക്കക്കാർ, ഈഴവ സമുദായം തൊട്ട് ജയിലിൽ കിടക്കുന്നത്. 1%, 1.5%, 0.5% മാത്രമേ ഉണ്ടാവുള്ളൂ സവർണന്മാർ. എന്തെങ്കിലും അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിലായിരിക്കും. ഈ രാഷ്ട്രത്തിന്, ജനാധിപത്യത്തിനും രാഷ്ട്രത്തിനും ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി പോരാടിയിട്ട് അകത്ത് കിടക്കുന്നത് ആദിവാസിയും ദളിതനും മതന്യൂനപക്ഷത്തിലും പെട്ടവരാണ്. നമ്മുടെ ഒരു കാര്യം ആലോചിച്ചു, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ, എന്റെയും നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഇനി വരുന്ന തലമുറകളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ചിന്തിക്കും നിങ്ങൾ. 90% എവിടെ നിൽക്കുന്നത്, 10% എവിടെ ഇരിക്കുന്നത്? അത് ഗൗരവമുള്ള കാര്യമല്ലേ? ചെറിയ കാര്യമാണോ? എത്ര ഗൗരവമുള്ള കാര്യം. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? എന്താണ്? ആലോചിച്ച് നോക്കി. ഇവിടെ
ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും മുതലാളിമാർക്കും വേണ്ടി തല്ലാനും വെട്ടാനും കുത്താനും പിന്നെ പണിയെടുക്കാനും ഒക്കെ പിന്നോക്കക്കാർ. കേസും അവർക്ക്, ശിക്ഷയും അവർക്ക്. ഇതിൻ്റെ ഗുണമൊക്കെ പറ്റുന്നത് മുന്നോക്കക്കാർ. ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് BJP സർക്കാർ, കേരളം ഭരിക്കുന്നത് CPM. പേരിലേ മാറ്റമുള്ളൂ, പ്രവർത്തനത്തിൽ നിന്നിപ്പോൾ പഴയ സഹകരണമല്ലേ. ആ CPM അല്ല, ആ സഹാക്കളല്ല അല്ലേ. ഇപ്പോഴത്തെ സഹാക്കൾ, ഇപ്പോഴത്തെ CPM അതാണോ? അല്ല. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മുതലമ്മയുടെ വിഷയം പറഞ്ഞു മായാണ്ടേട്ടെ. ഞങ്ങളൊക്കെ അതിൻ്റെ കമ്മിറ്റിയിലെ ഭാരവാഹികളാണ് ഞങ്ങളൊക്കെ. അവിടെ അറിയുന്നവർക്കറിയാം അവിടുത്തെ വിഷയങ്ങളും പ്രശ്നങ്ങളും. നമ്മൾ പിന്നെ 3 വർഷമായിട്ട് സമരത്തിൽ അല്ലേ, നിയമപരമായിട്ട് പോയി സമരത്തിലുമാണ്. എന്ത് നീതി കിട്ടാഞ്ഞ് എന്ന് ആലോചിച്ചപ്പോഴാണ്, ഇപ്പോഴാണ് ഈ അടുത്ത കാലത്ത് എനിക്ക് ബോധ്യപ്പെട്ടത്. അൻവറിൻ്റെ പ്രസ്താവന വന്നപ്പോൾ ശിവേട്ട, അജിത് കുമാർ DGP നീതി കിട്ടുമോ? പത്തിയറ ആറുമുഖൻ കിട്ടുമോ? അജിത് കുമാറാണ് ഇവിടെ പ്രതി. കൗണ്ടന്മാരാണ്. ശിവരാജൻ ഡാമിൽ പെട്ട് മുങ്ങി മരിച്ചു എന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ CI പറയാണ്, അത് വെള്ളം കുടിച്ചിട്ടാണ് മരിച്ചത്. അപ്പം മുറി കണ്ടപ്പോൾ അത് ആമ കടിച്ചതാണെന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ എത്ര ഗ്ലാസ് വെള്ളമാണ് കുടിച്ചിരിക്കുന്നത്? 1.5 ഗ്ലാസ് വെള്ളം. ശിവരാജൻ്റെ സുഹൃത്ത്, എന്താ അവൻ്റെ പേര്, സുഹൃത്തും കൂടിയിട്ടാണ് മീൻ പിടിക്കാൻ പോയത്. മീൻ മോഷിക്കാൻ പോയ സത്യം തന്നെ. അത് മുരുകേശനല്ല, പ്രദീപാണ്. സുഹൃത്തും രണ്ടാളാണ് മീൻ പിടിക്കാൻ പോയത്. ഡാമിൽ മീൻ പിടിക്കാൻ പോണത് അവർ നീന്തൽ അറിയാത്ത ആൾക്കാരാണോ? അല്ല, നീന്താൻ അറിയുന്ന ആൾക്കാർ. ഡാമിൽ മീൻ പിടിക്കാൻ പോയി ഇവർ വീഴ്ച വല ഇട്ടിട്ട് വന്നു. പിന്നെ ഇവരിത് എടുക്കാൻ പോയതാണ്. എടുക്കാൻ പോകുമ്പോൾ, എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബോട്ടിൽ ഫിഷറീസിൻ്റെ, അതും തൊഴിലാളികളാണോ, അതും ദളിത് വിഭാഗത്തിലെ അവിടുത്തെ ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പണിക്കാർ. അവർ ചെയ്യുന്ന പണി അവർ ശമ്പളം കൊടുത്തിട്ട് എന്ത് ചെയ്യണ്, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇവരെ വിട്ടിട്ട് എന്ത് ചെയ്യണ്, അവരെ ബോട്ടിൽ വന്നിട്ട് ആരാ മീൻ പിടിക്കുന്ന പറ, പിടിയടാ അടിയടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഒച്ചയും പാടും കേട്ടപ്പം ഈ കൂട്ടുകാരനും ഇവനും അവിടെ നിന്ന് എന്ത് ചെയ്ത് എസ്കേപ്പായി. ഫസ്റ്റ് മറ്റവൻ കയറി, ഇവന് കയറാൻ കിട്ടിയില്ല. അതിലാണ് പങ്കായം കൊണ്ട് തല്ലി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. പങ്കായം കൊണ്ട് അടിച്ച് ആ പങ്കായം കൊണ്ട് അടിച്ച് വെള്ളത്തിൽ പോയാൽ എന്താ അവസ്ഥ മനസ്സിലായി. പക്ഷേ വെള്ളം 1.5 ഗ്ലാസേ കുടിച്ചിട്ടുള്ളൂ. വളരെ വ്യക്തമാണ് കൊലപാതകം എന്നുള്ളത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട്, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്, ഇത്രയും എല്ലാ പിന്നെ കണ്ടുപിടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ടായിട്ട് പോലീസിന് അത് കൊലപാതകമാണോ അല്ലയോ എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ പറ്റിയിട്ടില്ല, ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, 2 മനുഷ്യ ജീവനുകൾ അവിടെ ഒരു സുപ്രഭാതത്തിൽ കാണാതെ പോകുന്നു. 2 സുഹൃത്തുക്കൾ കള്ള് കുടിക്കാൻ പോയതാണ്. അവർ കള്ള് കുടിക്കാൻ പോയത് തന്നെയാണ്. അന്യൻ്റെ അത് ശരിയായിരിക്കും. കള്ള് അവർ വെച്ചിരിക്കും, നിങ്ങൾ മോഷ്ടിച്ച് കുടിക്കാൻ പോയത് തന്നെ ആയിരിക്കും. അതൊന്നും ഇല്ല എന്ന് പറയല്ല. അപ്പോൾ എല്ലാ ജനതയും അങ്ങനെ എല്ലാം ക്ലിയർ ആയിട്ടൊന്നും അല്ലല്ലോ. സാഹചര്യം സന്ദർഭമൊക്കെ അങ്ങനെയൊക്കെ ആവും. അന്ന് പിന്നെ കൊറോണ സമയം കഴിഞ്ഞിട്ടാണ് മീനിൻ്റെ വിഷയം, മനസ്സിലായല്ലേ. അപ്പോൾ ഈ പോയ വ്യക്തി ആ മുതലാളിയുടെ കാലാകാലം പണിയെടുത്തവനാണ്. പണിയെടുത്തിട്ട് അവൻ്റെ സുഹൃത്തുമായിട്ട് പോയി കള്ളു പിടിക്കാൻ അവനെ കാണാൻ ഇത്ര നേരം വരെ ആയിക്കോട്ടെ. മരിച്ച ബോഡി വേണ്ടേ? വേണോ വേണ്ടയോ? ഇല്ലെങ്കിൽ അവൻ അവിടെ ഉണ്ട്. എന്തെങ്കിലും ഒരു റിപ്പോർട്ട് നമ്മുടെ കേരള പോലീസിന് തരാൻ കഴിയാഞ്ഞിട്ടാണോ? ആലോചിച്ച് നോക്കി. എന്താ വന്നില്ല എന്നുള്ളത്, എന്താ കിട്ടിയില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട് DGP അജിത് കുമാർ അവിടെ മുകളിൽ മോന്തായം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പോലീസുകാരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ പറയും. ഇത്രയും കള്ളനാണ് അജിത് കുമാർ, ഇത്രയും ദ്രോഹിയാണെന്നുള്ളത് കേരളം മുഴുവൻ വിളിച്ച് പറഞ്ഞിട്ടും പത്രചാനലുകൾ പറഞ്ഞിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും ചെയ്തില്ലല്ലോ. അല്ലേ? ആറുമുഖ നേരത്തെ മുതലമടയുന്നതൊന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആ പണിയെടുക്കണം. ഇപ്പം അത് പറയേണ്ട സമയമല്ല, അല്ലെങ്കിലേ തീവ്രവാദി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതും കൂടെ പറഞ്ഞാൽ ശരിയാവില്ല. ആ പണിയാണ് എടുക്കേണ്ടത്. എല്ലാം തെളിയും. നിങ്ങൾ ആലോചിച്ച് നോക്കി.
ഇതുപോലുള്ള DGP അൻവർ 8 വർഷം CPM-ൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മതേതരവാദി, ഒരു കുഴപ്പമില്ല. കോൺഗ്രസ് നമ്മൾ CPM-ലേക്ക് പോയപ്പോൾ മതേതരവാദി അൻവർ, സമർത്ഥനാണ്, സഹാവാണ്, സുഹൃത്താണ്, ഒക്കെ റെഡി. CPM-ന്ന് വിട്ട് ഉള്ള യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവൻ തീവ്രവാദിയായി. അവൻ പറഞ്ഞൊക്കെ സത്യമാണ്. അവൻ്റെ ക്വാളിറ്റി എന്തോ ആകട്ടെ, അയാളുടെ ക്വാളിറ്റി എന്തോ ആകട്ടെ, അവസരത്തിന് വേണ്ടി പറഞ്ഞോ എന്തോ ആകട്ടെ, പക്ഷെ സത്യങ്ങളാണ് പറഞ്ഞത്. ഈ സത്യം ഇങ്ങനെ പറയാൻ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും BJP ആകട്ടെ, ഇവരിൽ 3 ആളിലും ഒരു നേതാക്കന്മാരും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലുള്ള യാഥാർത്ഥ്യങ്ങൾ ഇന്ന് വരെ പുറത്ത് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അത് ഞങ്ങളുടെ നേതാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു കുളിമുറിക്കുള്ളിൽ എല്ലാവരും നഗ്നന്മാരാണെന്നാണ്. എല്ലാവർക്കും ആ ഒരു അവസ്ഥയുണ്ട്. അൻവറിനെ സംബന്ധിച്ചോളം അങ്ങനെ മുകളിൽ നോക്കി ആകാശം, താഴെ നോക്കി ഭൂമി, കാശുണ്ട്, ഒന്നും ഭയപ്പെടാനില്ല. എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താണ്, എല്ലാം ആയി. ആദ്യം പിണറായി വിജയനെ വളരെ ബഹുമാനിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട്, വാപ്പാന്നടക്കം വിളിച്ചുകൊണ്ടാണ് എന്ത് ചെയ്ത് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞത്. പിണറായി വിജയൻ എന്ത് ചെയ്ത്, അൻവറിനേക്കാളും വലുതാണ് അജിത്ത്, അൻവറല്ല വലുത്, അതവിടെ തെളിയിച്ചു. സ്വന്തം വാപ്പാനെ പോലെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഉള്ള യാഥാർത്ഥ്യം പറഞ്ഞ ആ മുഖ്യമന്ത്രി എന്നോട് കാണിച്ചത് ഇതാണ്, ഒരു വേദന. അത് യാഥാർത്ഥ്യമാണ് കേട്ടോ. ആ ഒരു കാര്യം പല പ്രാവശ്യം ഇരുന്നപ്പോഴും പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞില്ല. പിന്നെ പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞപ്പോഴാണ് അൻവർ പറഞ്ഞത് ഉള്ള കാര്യങ്ങൾ A to Z എല്ലാം. ഇന്ന് പത്രത്തിലുണ്ടായിരുന്നല്ലോ, ഇന്നത്തെ ന്യൂസ് കണ്ടില്ല, വാർത്ത കണ്ടില്ലേ, വായിച്ചോ? DGP ആകാൻ വിടില്ല, എൻ്റെ ത്വക്കിൽ ജീവൻ ഇരിക്കുകയാണെങ്കിൽ അജിത് കുമാറിനെ DGP ആക്കാൻ, ഇങ്ങനെയുള്ള അജിത് കുമാറിനെ DGP ആക്കാൻ പോകുമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പൊട്ടന്മാരോ? ആർമുക ആള് എന്താ പറയും? നിങ്ങൾ പറയും, നമ്മളൊക്കെ പൊട്ടന്മാരോ? എന്താ രാജ്യത്തിൻ്റെ പോക്ക്? കേരളമാണ് പിന്നെ സ്വർഗം, കേരളമാണ് ദൈവത്തിൻ്റെ നാട്, കേരളമാണ്. എന്താ അവസ്ഥ ആലോചിച്ച് നോക്കി. CPM-ൻ്റെ ആ ഒരു അവശേഷിച്ച കുറച്ച് ഭാഗമുണ്ടാകും, അതടക്കം പോയില്ലേ? ഈ അണികൾ ഇതിനു വേണ്ടി കൊടി പിടിച്ചത്, ഇതിനു വേണ്ടി രക്തസാക്ഷിയായവർ, രക്തം ചിന്തിയവർ ആലോചിച്ച് നോക്കി. അവരുടെയൊക്കെ ഈ ആശയത്തിൻ്റെ പേരിൽ ജീവൻ കൊടുത്തില്ലേ? ശത്രുക്കൾ വെട്ടിക്കൊന്നില്ലേ? എൻ്റെ നാട്ടിലെ കൊല്ലംകോട്ടിൽ കുട്ടിച്ചന്ദ്രനെ RSSൻ്റെ ഫാഷിസ്റ്റുകൾ മൃഗീയമായി വെട്ടിക്കൊന്നിട്ടുണ്ട്. ഒരു ദളിത് സമുദായത്തിൽ നേതാവായി വന്നതുകൊണ്ട്. അറുമന് ഓർമ്മയില്ലേ? ഞാനന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുക, 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുക. പൊള്ളാച്ചിലോട്ടൊന്ന് ബസ് ഇറങ്ങി വരുന്നു. അവിടെ RSSകാർ ഇറങ്ങി. CPM-ൻ്റെ ദളിത് നേതാവാണ് കുട്ടിച്ചന്ദ്രൻ. ദളിതിൽ ഒരു നേതാവ് വളരാൻ പാടില്ല. അവിടെ CPM-ൻ്റെ നേതാക്കന്മാർ വേറെയാ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ആ ഭാഗത്താണ് അവിടെ MLA-മാരും നേതാക്കന്മാരും, CPM-ൻ്റെ ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരും, സ്റ്റേറ്റ് തലത്തിലുള്ള നേതാക്കന്മാരും. അവിടെയാണ് ഒരു ദളിതൻ കയറി വരുന്നത്, വളർന്നു വരുന്നത്. അറിഞ്ഞുകൊണ്ടിട്ട് കൊടുത്തു. ഇന്നും അവർ രക്തസാക്ഷി ദിനം കൊല്ലംകോട് ആചരിക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിനെ കുറിച്ചൊന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കി. രാഷ്ട്രീയപരമായി, സംഘടനാപരമായി ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന മണിയേട്ടനെ പോലുള്ള ആൾക്കാർ, ആത്മാർത്ഥമായി അധ്വാനിക്കുന്നവർക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ അറിയുമ്പോൾ വേദനിക്കും, പ്രയാസപ്പെടും. കാശിന് വേണ്ടിയും തൊഴിലിന് വേണ്ടിയും രാഷ്ട്രീയം തൊഴിലാക്കുന്നവർക്ക് അത് വിഷയമല്ല. അവർ ചിലപ്പോൾ ആ മാർഗത്തിലൂടെ ബാക്കിയുള്ളവരെ പിൻപറ്റി എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. വേറൊരു കാര്യം അറിയോ നിങ്ങൾ? നമ്മളിവിടെ കേരളത്തിൽ ആദിവാസി ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 14% വരും അല്ലേ ചേട്ടാ? മുസ്ലിം 25% വരും. രണ്ടും കൂടി 39% വരും. RSS ഫാഷിസ്റ്റ് BJP സംബന്ധിച്ചോളം നായർ സമുദായം അടക്കം അവരെ സംബന്ധിച്ചോളം പിന്നോക്കക്കാരാണ്. ആ നായർ സമുദായവും ഈഴു സമുദായങ്ങളും കൂട്ടിയാൽ കേരളത്തിൻ്റെ ശതമാനം എത്ര? ഇന്ത്യ രാജ്യത്തിൻ്റെ ശതമാനം എത്ര?
വേറെ ഒന്നും എടുക്കണ്ട, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ആദിവാസി, ദളിത്, മുസ്ലിം, ഈഴവ, നായർ സമുദായം തൊട്ട് ഇവർക്കൊരു ബോധവൽക്കരണം കൊടുത്തുകൊണ്ട്, ഇവർക്കതിൻ്റെ ഗൗരവം കൊടുത്തുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ അടുത്ത ഇലക്ഷൻ നമ്മൾ നേരിടുകയാണെങ്കിൽ ഇവിടെ ഒരു RSSകാരനും മന്ത്രി കസേരയിൽ ഇരിക്കില്ല, ഒരു BJPക്കാരനും മന്ത്രി കസേരയിൽ ഇരിക്കില്ല. 10% മാത്രം വരുന്ന BJPയുടെ നേതാക്കന്മാർ മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ട് അവർ പറയുന്നു അംബേദ്കർ 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 എന്ന് വിളിക്കുന്നത് അത് നഷ്ടമാണ് പോലും. അതിൻ്റെ പേരിൽ ദൈവനാമം ചൊല്ലിയാൽ മതി എന്നാ പറയുന്നത്. അമിത്ഷാനോട് ചോദിക്കുകയാണ് ഞാൻ, നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഭയമുണ്ടെങ്കിൽ അത് അംബേദ്കറിന് ഭയമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ഈ പ്രസ്താവന ഇറക്കാൻ കാരണം. അമിത്ഷാ ഭയപ്പെടുന്നു അംബേദ്കറിനെ, ഇവിടെയുള്ള ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിനെ ഭയപ്പെടുന്നു, ആദിവാസി, ദളിത്, പിന്നോക്ക വിഭാഗക്കാരെ RSS, BJP ഭയപ്പെടുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ അതൊക്കെ അവർക്ക് അനുഭവം, പാഠം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ടവർ. മുതലമട പഞ്ചായത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ ഞങ്ങളൊരു വേദി ഒരുക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ദളിത് സംഘടനയിൽ അല്ലേ മായാട്ടേട്ടാ, അല്ലേ രാധേട്ടാ, ദളിത് സംഘടന നേതാക്കന്മാർ ഒരുമിക്കും. നമ്മൾ ഇന്ത്യ ലെവലിൽ പോയില്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ ഉള്ളവരെ കൂട്ടി യോജിപ്പിക്കും. മുസ്ലിം സംഘടനകളിലെ നേതാക്കന്മാരെ ഒരുമിപ്പിക്കും. നമുക്ക് എന്നിട്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോരാടാം. ഈ കേരളത്തിൽ ഒരു ഹർത്താൽ നമ്മൾ നടത്തി. ദളിത്, ആദിവാസി, മതന്യൂനപക്ഷങ്ങൾ ചേർന്ന് ഒരു ഹർത്താൽ നടത്തി. ഇവിടുത്തെ മുഖ്യധാരാ പാർട്ടികളെ ഞെട്ടിച്ചു എന്നുള്ളതാ. അവർ ഭയപ്പെട്ടു. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീട് ജപ്തി ചെയ്തു. ഒരുപാട് ആൾക്കാർക്ക് കള്ളക്കേസ് വന്നു. ആയിക്കോട്ടെ, പതറിയില്ല. സകല നേതാക്കന്മാരുടെയും ഈ സമരത്തിൽ പോയവരുടെയൊക്കെ അവരുടെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹർത്താലിൽ പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ വീടും സ്വത്തും ജപ്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് SDPയുടെ നേതാക്കന്മാരുടെയാണ്. പതറിയോ? നേതാക്കന്മാരൊക്കെ നല്ല സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരെ പല കള്ളക്കേസിലും കുടുക്കി കൊണ്ടുപോയി. പതറിയിട്ടില്ല. പാലക്കാട് ക്രൈസിസ് ഉണ്ടായി. പാലക്കാടിൽ SDPനെ ഒന്നും ഇല്ലാതാക്കുന്നു പറഞ്ഞ് 1% പുറകോട്ട് പോയിട്ടില്ല. ഞാൻ പറയുന്നത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ, മണിയേട്ടൻ നേരത്തെ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, കമ്മ്യൂണിസത്തിൻ്റെ ആശയം വെച്ചുകൊണ്ടുള്ള കമ്മ്യൂണിസം ആയിരിക്കണം, അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു. അതിനപ്പുറം വരുമ്പോഴാണ് അത് അപകടമുണ്ടാക്കുന്നത്. അതുപോലെ ആശയവും ആദർശവും മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പോരാടുകയാണെങ്കിൽ 100% നമുക്ക് വിജയിക്കാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ഇതുപോലെ സമയം കളഞ്ഞ മായൻ്റെട്ടം പറഞ്ഞത് കഴിഞ്ഞ പാട് അങ്ങനെ പോകും. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ തുടങ്ങിയതും പറഞ്ഞതും കുറിച്ചതും ഒന്നും പൂർത്തിയാക്കാൻ നമുക്ക് കഴിയാതെ പോകും. പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പിൻഗാമികളും ഇത് തുടരും. അനുസ്മരണത്തോടുകൂടി ഇത് നമ്മളെ ഓരോരുത്തരെയും അവസാനിപ്പിച്ചു പോകും. ഞാൻ പറയുന്നത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് മുതലമടത്തെ കാര്യം ഞാൻ പറഞ്ഞു, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മുതലമടയിൽ ഇപ്പോൾ മുതലമട പഞ്ചായത്തിൽ CPM ആണ് ഭരിച്ച്. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് അവിടെ. കോൺഗ്രസും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും BJPയും കൂടി അവിശ്വാസം കൊണ്ടുവന്ന് CPMനെ മറിച്ചിട്ടുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്ഥാനം കൊടുത്തുകൊണ്ട് അവർ ഭരണം കയ്യേറി. അതിൻ്റെ പേരിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും കോൺഗ്രസിൻ്റെ മെമ്പർമാർ വന്ന് അവരുടെ ആവശ്യം നടത്തി കൊടുക്കാൻ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, ഈ പ്രസിഡന്റുമാർ സമ്മതിക്കാതെ ആയപ്പോൾ അവിടെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്തംഭിച്ചു. ഒരു പ്രവർത്തനം നടന്നില്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. 35-40 കോടി പണം അവിടെ ലാപ്സാകാൻ പോവുകയാണ്. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ, പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉപവാസം കിടക്കുകയാണ്. ഞങ്ങൾ മുതലമടയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആദിവാസി ദളിത് മേഖലയിൽ പോയി അതിൻ്റെ നേതൃത്വങ്ങളെ കണ്ടു. വെൽഫെയർ പാർട്ടി, AAP പാർട്ടി,
SDPI ഒരുമിച്ച് കൂട്ടായി ഒരു മുതലമട വികസന മുന്നണി ഞങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം സംവരണ സീറ്റിൽ മത്സരിക്കാതെ ഒരു ദളിതനെയോ ആദിവാസിനെയോ നിർത്തി മത്സരിച്ച് വിജയിപ്പിച്ചെടുത്ത് മുതലമട പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംവരണമില്ലാത്ത ഒരു പിന്നോക്കക്കാരനായ ആദിവാസിയോ ദളിതനോ ആയ ഒരു പ്രസിഡന്റിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ രീതിയിലേക്കാണ് ഞങ്ങളവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മുതലമടയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് വിജയിച്ചു വന്നാൽ കേരളം അറിയപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാകും. നാളെ അത് മണ്ഡലത്തിലേക്ക് വ്യാപിപ്പിക്കാം, കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാം, ഇന്ത്യ രാജ്യത്തിലേക്ക് അത് വ്യാപിപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു സ്വപ്നമാണ് ഞങ്ങൾ കാണുന്നത്. അതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് ഈ രീതിയിൽ നമ്മൾ പോകുന്നത് ചരിത്രത്തിൽ ഇനി വരുന്ന തലമുറക്ക് എങ്കിലും ഇത് ഒരു പാഠമായി വന്നുകൊണ്ട് ഈ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ രാജ്യം ഒരു RSSൻ്റെയും ഫാഷിസ്റ്റിൻ്റെയും കയ്യിലുണ്ടാകില്ല, നമ്മളെപ്പോലെ പിന്നാക്കക്കാരൻ്റെ കയ്യിലുണ്ടാകും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ അനുസ്മരണ വേദിയിൽ എൻ്റെയും പാർട്ടിയുടെയും എല്ലാ അനുസ്മരണവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിൻ്റെ സംഘാടകർക്കും കൂടിയ എല്ലാവർക്കും നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.